US ക്യാപിറ്റോൾ ആക്രമണത്തിൽ കുറ്റാരോപിതരായ 1500-ലധികം പേർക്ക് ഇന്നലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാപ്പ് കൊടുത്തു. മറ്റ് 6 പേരുടെ ശിക്ഷ ഇളവ് ചെയ്യുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. മാർക്കോ റൂബിയോയെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഇന്നലെ അമേരിക്കയിലേക്ക് ശ്രദ്ധിച്ച ദിവസമായിരുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് വരുന്നതോടെ ഒരുപാട് ദിശാമാറ്റങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകും എന്ന് ലോകരാജ്യങ്ങൾക്ക് ഉറപ്പാണ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്ന രാത്രിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും വാഷിംഗ്ടൺ DC-യിൽ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ശരിക്കും തൻ്റെ രണ്ടാം വരവ് തൻ്റെ അനുയായികളും ഒത്ത് ആഘോഷിക്കുകയാണ്. ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകളാണ് വാഷിംഗ്ടൺ DC-യിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ലോകം മുഴുവൻ വാഷിംഗ്ടൺ DC-യിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. മാർക്കോ റൂബിയോ അമേരിക്കയുടെ 72ാമത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് അല്പം നിമിഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പദവിയിലേക്ക് വരുന്ന ആദ്യ ലാറ്റിൻ വംശജനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിരവധി വിദേശ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. യുക്രൈൻ യുദ്ധം, അതുപോലെ ഒരു ഉറപ്പില്ലാത്ത ഗസയിലെ വെടിനിർത്തൽ കരാർ. ആന്റണി ബ്ലിങ്കൻ ആയിരുന്നു ഇതുവരെയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. ആ സ്ഥാനത്തേക്കാണ് മാർക്കോ റൂബിയോ വരുന്നത്. റൂബിയോയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കേണ്ടി വരും, ഇരുപക്ഷത്തിനും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. SKN. അതുപോലെ ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി ഡോജ് എന്ന് പറഞ്ഞ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. ഇലോൺ മസ്കുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് വിവേക് രാമസ്വാമിയുടെ പുറത്തേക്ക് പോകാനുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഒഹായോ ഗവർണറായിട്ട് മത്സരിക്കുമെന്നും പറയപ്പെടുന്നു. 2021 ജനുവരി 6 US ക്യാപിറ്റോൾ ആക്രമണത്തിൽ കുറ്റാരോപിതരായ 1500-ലധികം പേർക്ക് ഒന്നാം ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് പൊതുമാപ്പ് നൽകിയിരിക്കുകയാണ്. അതുപോലെ മറ്റ് 6 പേരുടെ ശിക്ഷയിൽ ഇളവ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പൗരത്വമില്ലാത്ത മാതാപിതാക്കൾക്ക് അമേരിക്കയിൽ എത്തുമ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി ലഭിക്കുന്ന പൗരത്വം റദ്ദാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് റീഡിഫൈൻ ചെയ്യുന്ന ഒരു ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം അമേരിക്കയുടെ 14ാം ഭരണ ഭേദഗതി ഉറപ്പ് നൽകുന്ന ഒരു ഒരു തീരുമാനത്തിനെതിരെയുള്ള ഒരു ഉത്തരവാണ്. അതുകൊണ്ട് ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സുപ്രധാന ഉത്തരവ് മയക്കുമരുന്ന് സംഘങ്ങളെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇത് മെക്സിക്കോയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. വേണ്ടി വന്നാൽ മെക്സിക്കൻ മണ്ണിൽ ഈ വിഷയത്തിന്റെ പേരിൽ അമേരിക്കൻ സൈനികർ ഒരു ബലപ്രയോഗത്തിന് മുതിർന്നേക്കും എന്നാണ് ഈ എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ട്രംപ് നൽകുന്ന സന്ദേശം. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. പാനമ കനാൽ അവർക്ക് അത് സമ്മാനമായി നൽകിയതാണ്, പക്ഷേ ഉടമ്പടി ലംഘിച്ചതുകൊണ്ട് അത് തിരിച്ചെടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ജോ ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ കുടിയേറ്റക്കാർക്കായിട്ടുള്ള ഒരു ആപ്പ് നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞെട്ടിക്കുന്ന രീതിയിൽ അവരുടെ ആപ്പ് തുറക്കുമ്പോൾ ആ ഫോണിൽ അവരുടെ എക്സിസ്റ്റിംഗ് അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ക്യാൻസലായി എന്നുള്ളൊരു സന്ദേശമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ചുങ്കം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ ഏർപ്പെടുത്തും. ഫെബ്രുവരി 1 മുതൽ 25% വരെ പോയേക്കാം ഈ ചുങ്കം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റ് പുതിയ രീതിയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അമേരിക്ക ഈസ് ബാക്ക് എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി ഡൊണാൾഡ് ട്രംപിന്റെ വലിയ പടമൊക്കെ വെച്ചിട്ടാണ് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന ആ ഒരു ഉത്തരവിലും ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ മുൻ ഭരണകൂടത്തിന്റെ ഏതാണ്ട് 80 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഡൊണാൾഡ് ട്രംപ് പിൻവലിക്കുന്ന ഉത്തരവിലും ഒപ്പുവെച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിലെത്തി SKN. ഈ ഇറങ്ങുന്ന പ്രസിഡന്റ് ഒരു എഴുത്ത് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഡൊണാൾഡ് ട്രംപിന് ആ എഴുത്ത് അല്പസമയം കാണാതായി, പക്ഷെ പിന്നീട് കണ്ടെത്തുകയുണ്ടായി. അതുപോലെ മെലനിയ ട്രംപിന്റെ ബൈബിൾ തൊട്ടാണ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് മെലനിയ ട്രംപിന് നൽകിയത് ഒരു എയർ കിസ് ആണ്. അതായത് ചുണ്ട് മുഖത്ത് ടച്ച് ചെയ്തില്ല, ഒരുപക്ഷെ മേക്കപ്പ് പോകാതിരിക്കാനായിരിക്കും. SKN. ഓക്കെ, താങ്ക് യു മധു. അത് ശ്രദ്ധിക്കുന്നു കൊള്ളാം. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.